സ്വർഗവും നരകവും നേരത്തെ തന്നെ തയ്യാറാക്കപ്പെട്ട് വെച്ചിരിക്കുന്ന പരലോകത്ത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ 2 സംഭവങ്ങൾ ഓർത്തു പോകേണ്ടതാണ്. നിസ്കാരത്തിനിടയിൽ അവിടുന്ന് മുന്നോട്ട് കൈനീട്ടി. നിസ്കാരം കഴിഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, അങ്ങെന്തിനാണ് കൈനീട്ടിയത് യാ റസൂലല്ലാഹ്? സ്വർഗത്തിലെ ഒരു മുന്തിരിക്കൊല എനിക്ക് നേരെ നീട്ടി, ഞാനതെടുക്കാൻ വേണ്ടി കൈനീട്ടി. അത് ഞാൻ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ മോഹിച്ചു, പക്ഷേ അത് പിൻവലിക്കപ്പെട്ടുവെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ പുണ്യനബിയോടൊപ്പം ഇരിക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടു. അവിടുന്ന് പറഞ്ഞു, അത് നരകത്തിന്റെ മുകളിലെ തട്ടിൽ നിന്ന് താഴെ തട്ടിലേക്കൊരു കല്ല് വന്ന് വീണതാണ്. 70 വർഷം മുമ്പാണ് ആ കല്ല് മുകളിലെ തട്ടിൽ നിന്ന് പുറപ്പെട്ടത്. ഇപ്പോഴാണത് താഴെ എത്തുന്നത്. നേരത്തെ തന്നെ തയ്യാറാക്കപ്പെട്ട സ്വർഗവും നരകവും, രക്ഷയും ശിക്ഷയും, അനുഗ്രഹവും നിഗ്രഹവും, അള്ളാഹുവിന്റെ പ്രീതിയുടെ ഇടം സ്വർഗം, അള്ളാഹുവിന്റെ കോപത്തിന്റെ ഇടം നരകം. രണ്ടിന്റെയും ഇടയിൽ അറാഫ്, ഒരു മതിൽ. ആ മതിലിൽ കുറെ ആളുകൾ സ്വർഗത്തിൽ പോകാൻ നന്മ ചെയ്തിട്ടില്ല, നരകത്തിൽ പോകാൻ തിന്മയും ചെയ്തിട്ടില്ല. അവർ സ്വർഗത്തിൽ പോകുന്നവരെ നോക്കി സലാം പറയും, ഒരു ചാൻസ് കിട്ടുമോ എന്ന് നോക്കിയിരിക്കും. ഞങ്ങളുടെ കാര്യവും ആലോചിക്കണമെന്ന് സ്വർഗവാസികളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അറാഫിന്റെ മതിലിൽ പാർക്കുന്നവരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. നരകത്തിലെ ഭയങ്കരമായ ചൂട്, ഹമീം എന്ന തീവെള്ളം, സഖൂം എന്ന തീമരത്തിന്റെ ഇലകൾ, വിഷക്കാറ്റും കരിമ്പുകയും, നരകത്തിലെ ഏറ്റവും ലഘുവായ ശിക്ഷ തീ കൊണ്ടുള്ള ഒരു പാദരക്ഷയാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ശിക്ഷ നൽകപ്പെടുക അബൂതാലിബിന്. അബൂതാലിബ് പുണ്യനബിയെ സംരക്ഷിച്ചു. അബൂതാലിബ് പുണ്യനബിക്ക് സകല സുരക്ഷയും നൽകി. അബൂതാലിബ് ശത്രുക്കളിൽ നിന്ന് കാത്തു. പക്ഷേ എല്ലാ ഉപകാരവും ചെയ്തിട്ടും സ്വന്തം ഹൃദയത്തിലേക്ക് ഈമാന്റെ ഒരു ചൈതന്യം സ്വീകരിക്കേണ്ട സമയത്ത് അബൂതാലിബ് തയ്യാറായില്ല. ഒടുക്കത്തെ വേളയിൽ അബ്ദുൽ മുത്തലിബിന്റെ ദീനല്ലയോ നിങ്ങൾക്ക് നല്ലതെന്ന് അബൂജഹലിന്റെ ഒരു ചോദ്യത്തിൽ അബൂതാലിബ് പതറി. അന്ത്യവേളയിൽ പതറിയ അബൂതാലിബ് ഈമാനില്ലാതെ മരണം പ്രാപിച്ചതിനാൽ തീ കൊണ്ടുള്ള പാദരക്ഷ അണിയിക്കപ്പെടുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആകാശഭൂമികളുടെ വലിപ്പമുണ്ട് സ്വർഗത്തിന്. ഈ പ്രപഞ്ചം എത്രയോ ഗാലക്സികൾ നിറഞ്ഞത്. 100 ബില്യൺ ഗാലക്സികൾ, 100 ബില്യൺ നക്ഷത്രങ്ങളാണ് ഒരു ഗാലക്സി. എത്രയോ ഗാലക്സികളാണ് ഈ പ്രപഞ്ചം. അപ്പോൾ സ്വർഗത്തിന്റെ വലിപ്പമെത്ര? സ്വർഗത്തിലെ ഒരു മരം അതിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക്, ഒരു പാർശ്വത്തിൽ നിന്ന് മറ്റേ പാർശ്വത്തിലേക്ക് യാത്ര ചെയ്താൽ 100 വർഷം കുതിരപ്പുറത്ത് സഞ്ചരിച്ചാലും ഒരു മരത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് എത്താൻ കഴിയില്ലെന്ന് പരിശുദ്ധ റസൂൽ. സ്ഫടിക സമാനമായ ശരീരങ്ങളോടെ സൃഷ്ടിക്കപ്പെട്ട ഹൂറുല്ലീങ്ങൾ, സകലമാന അനുഗ്രഹങ്ങൾ, എത്രയെത്രയോ ഉദ്യാനങ്ങൾ. ആ ഉദ്യാനങ്ങളിലൂടെ നിരന്തരം അവർക്ക് സഞ്ചരിക്കാം. അതിന്റെ ഏറ്റവും നടുവിൽ ഉന്നതമായ ഫിർദൗസ് എന്ന സ്വർഗം, അതിന്റെ മീതെ അള്ളാഹുവിന്റെ അർശ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുമായി സ്വർഗത്തിൽ പാർക്കുന്നവർക്ക് അള്ളാഹുവിന്റെ ലിഖാഇനുള്ള ഭാഗ്യം. റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ വീണുകിടക്കും അവനെ കണ്ടുകൊണ്ട് മുഅ്മിനുകൾ. അപ്പോൾ കുനിയാൻ കഴിയാത്ത പിരടിയുമായി പാപികൾ നിലകൊള്ളുന്ന നേരം ആ സ്വർഗത്തിൽ തന്നെ വസീല എന്ന അത്യുന്നതമായ സ്ഥാനം. ഓരോ ബാങ്ക് മുഴങ്ങിക്കഴിഞ്ഞാലും വിശ്വാസികൾ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ലോകാവസാനവും പരലോകവും എന്ന ഈ വിഷയത്തിന്റെ ചർച്ചയിൽ നിന്ന് നമുക്ക് പിന്തിരിയണം. ഒരേ ഒരു പ്രാർത്ഥന വിശ്വാസി തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. ഈ പ്രാർത്ഥന മുഴുവനും നേതാവിന് വേണ്ടിയുള്ളതാണ്, ലോകനായകന് വേണ്ടിയുള്ളതാണ്. اللهم رب هذه الدعوة التامة والصلاة القائمة آت محمدا الوسيلة والفضيلة والدرجة الرفيعة العالية وابعث مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد.
അധികം ആളുകൾക്ക് അറിഞ്ഞുകൂടാത്ത അല്ലെങ്കിൽ പലരും ചെയ്യാത്ത ഒരു സംഗതിയുണ്ട്. അത് സഹീഹായ ഹദീസ് പ്രകാരം ബാങ്ക് കഴിഞ്ഞാൽ ഈ ദുആ ചൊല്ലുന്നതിന് മുമ്പ് പുണ്യ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. സഹീഹായ ഹദീസിലൂടെ അറിയിക്കപ്പെട്ടതാണ്, കൽപ്പനയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ് എന്ന് ചൊല്ലിയ ശേഷമാണ് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ, അല്ലാഹുവേ ഈ പൂർണ്ണമായ വിളിയാളത്തിന്റെ റബ്ബേ നാഥനേ, വസ്സലാത്തിൽ ഖായിമ സ്ഥാപിതമായ നിസ്കാരത്തിന്റെയും ഉടമസ്ഥനെ നാഥനെ, ആതി മുഹമ്മദിനിൽ വസീല മുഹമ്മദിന് വസീല എന്ന സ്വർഗത്തിലെ അത്യുന്നതമായ പദവി നൽകണമേ അല്ലാഹ്, വൽ ഫളീല ശ്രേഷ്ഠതയാർന്ന പദവി, വദ്ദറജത്തർ റഫീഅത്തൽ ആലിയ അത്യുന്നതമായ പദവി, വബഅഥു മഖാമം മഹ്മൂദനില്ലദീ വഅത്ത നീ അവിടത്തേക്ക് വാഗ്ദാനം ചെയ്ത മഖാമും മഹ്മൂദിന്റെ ഉന്നതമായ സ്ഥാനവും ഞങ്ങളുടെ ഹൃദയഭാജനമായ റസൂലിന് നൽകണമേ അല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ നബി സകല പ്രാർത്ഥനകളും ഉമ്മത്തിക്ക് നൽകി. ഉമ്മത്തി ഒരു പ്രാർത്ഥന തിരിച്ചു നൽകുകയാണ് അവിടുത്തേക്ക് വേണ്ടി, മഖാമും മഹ്മൂദ് നൽകണമേ അല്ലാഹ്.